ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ കേരള ബ്രദേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ വീണ്ടും കന്നേറ്റി വന്നിരിക്കുക കേട്ടോ. ഇന്ന് വൈകിട്ട് ഞങ്ങൾ വെറുതെ ഒന്ന് കറങ്ങാനിട്ട് ഇറങ്ങിയപ്പം കറങ്ങാനായിട്ടൊന്നുമല്ല, ഇവൻ്റെ വണ്ടി പണി ഞാൻ കൊണ്ടുവരാൻ അത് കറങ്ങാനായിട്ടാക്കി. ഒരു വലിയൊരു ചിലവായിട്ട് ഇങ്ങനെ ഇരിക്കുക. എന്ത് ഈ മാസം ഫുള്ള് എൻ്റെ കയ്യിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ പൈസ ഇറങ്ങുന്നുണ്ട്. വണ്ടി വലിവ് കുറവായിരുന്നു, അത് നോക്കാതെ ഇട്ട് ഓടിച്ചു. വണ്ടിക്ക് മിസ്സിങ് എന്ന് പറഞ്ഞു. വർക്ക്ഷോപ്പിൽ ചെന്ന് വർക്ക്ഷോപ്പിൽ അണ്ണനെ ചോദിക്കും, മൊത്തം പൊട്ടി പൊളിഞ്ഞ് തേഞ്ഞ് മൊത്തം ബെൽറ്റ് തൊട്ട് അതിൻ്റെ ഫുള്ള് സെറ്റോടുകൂടി മാറേണ്ടി വന്നു. നല്ലൊരു എമൗണ്ട് ആയി, ഞെട്ടിപ്പോയി. ഞാൻ ഇതുവരെ ഇങ്ങനെ വലിയൊരു എമൗണ്ടിന് എൻ്റെ വണ്ടി പണിഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് 2018 എടുത്ത വണ്ടിയാണ്, പക്ഷേ ആദ്യമായിട്ടാണ് വണ്ടി പണിയുമ്പോൾ ആദ്യമായിട്ടാണ് ബെൽറ്റ് പോലും മാറുന്നത്. അത്രയും നാൾ ഓടി അവിടെ അത്ര നേരം നോക്കിക്കൊണ്ട് ചെന്ന് പിന്നെ പോയി ഒരു ജ്യൂസും കുടിച്ചിട്ട് വന്നതാണ് ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ പറയാൻ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രിയപ്പെട്ട ആര്യയുടെയും സെയ്ദിൻ്റെയും കല്യാണം ഇന്നലെ കഴിഞ്ഞു. ആഘോഷിച്ച് ഞങ്ങൾ അവിടോട്ട് പോയി തിരിച്ചു വന്നിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നടുവനക്കാൻ വയ്യ വണ്ടിയിലിരുന്നതിൻ്റെ അങ്ങനെ ഒരു പ്രശ്നവും കൂടെ ഉണ്ട്. അപ്പോൾ വളരെ നന്നായിട്ട് കല്യാണം എല്ലാം കഴിഞ്ഞു. ഒരുപാട് പേര് ആശംസകൾ നേർന്നു, ഒത്തിരി പേര് വിശ്വസൊക്കെ നേർന്നിട്ടുണ്ടായിരുന്നു. നമുക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ആര്യയുടെയും സെയ്ദിൻ്റെയൊക്കെ കല്യാണം കഴിഞ്ഞാലും ഞങ്ങൾക്ക് സന്തോഷമാണ്, ഇപ്പോഴും നല്ല സന്തോഷം തന്നെയാണ്. നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തിൻ്റെ കല്യാണം കഴിഞ്ഞതുപോലെ നമുക്ക് തോന്നുന്നു. സന്തോഷത്തോടെ അവർ ജീവിക്കട്ടെ എന്നാണ് ഞങ്ങൾക്ക് ഇനിയും പറയാനുള്ളതും പ്രാർത്ഥിക്കാനുള്ളതും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അത്രയും നമുക്കുമൊക്കെ ചെയ്യാനുള്ളൂ. പിന്നെ ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെയും ഡോറയുടെയും കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 4 കൊല്ലം ആകാറായി. ഈ വരുന്ന മെയ് മാസം 7-ാം തീയതി ആകുമ്പം ഞങ്ങളുടെ രണ്ടിൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട് 4 കൊല്ലം പൂർത്തിയാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കല്യാണം ഞങ്ങളുടെ കഴിഞ്ഞ സമയത്ത് ഇതുപോലെ ഇപ്പം ആര്യയ്ക്കും സെയ്ദിനും വരുന്ന പോലെ തന്നെ കുറേ കമൻറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ എവിടം വരെ പോകാനായിട്ടാണ്. ഞാൻ മലയാളത്തിൽ പച്ചയ്ക്ക് പറയാം, അതായത് അതിൽ വന്നേക്കുന്ന ഒരു കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ, അവൻ്റെ അത് തീരുമ്പം കളയും എന്ന്. അപ്പം അതായത് ഭയങ്കര നമ്മുടെ മലയാളികൾ, ഭയങ്കര സാക്ഷരതയുള്ള മലയാളികൾ, പഠിപ്പും വിവരമുള്ള മലയാളികൾ, മാന്യമായിട്ട് പറയാൻ പറ്റും. ജീവിച്ച് കാണിച്ചതാന്ന് പറയാൻ പറ്റുമെങ്കിൽ ജീവിച്ച് കാണിക്കട്ടെ, അന്നേരം ഞങ്ങൾ വിശ്വസിക്കാമെന്ന് ഒരു കമൻറ്റ് ഇടാം അവർക്ക്. നിങ്ങൾ ജീവിച്ച് കാണിച്ചാൽ അന്നേരം ഞങ്ങൾ വിശ്വസിക്കും. ഇത് വിവരക്കേടിൻ്റെ അങ്ങേയറ്റം വരെ വന്ന് എന്നാ നമ്മളെ കാണിക്കാൻ വേണ്ടി കേട്ടാ, പക്ഷെ മറ്റുള്ളവരും കാണുവാന്ന് ഇത് വിവരക്കേടിൻ്റെ അങ്ങേയറ്റം വന്നാ കമൻറ്റ് എടുത്തത്. പിന്നുള്ളൊരു കാര്യം വെച്ചാൽ, ഇപ്പം സെയ്ദിനെ അവൻ്റെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടു അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കുറേ കമൻറ്റുകൾ. അവർക്കിടയിൽ ഫാമിലി ഇഷ്യൂസ് ഉണ്ട്, അത് അവർക്കിടയിലുള്ള കാര്യമാണ്. ഫാമിലി ഇഷ്യൂസൊക്കെ നമ്മളിങ്ങനെ പബ്ലിക്കായിട്ട് വന്നിട്ട് വിവരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. സംസാരിക്കേണ്ട ആവശ്യമില്ല, അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. അവർക്ക് ഫാമിലി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ. ലവ് മാരേജ് ആകുമ്പോൾ പൊതുവെ ചിലയിടത്ത് എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാവുക. അല്ല, ഇപ്പം ഫാമിലി ഇഷ്യൂസ് ആണെങ്കിൽ എന്താണെങ്കിലും ജീവിക്കാൻ പോകുന്നത് ആര്യം സെയ്തുമാണ്, അല്ല ഫാമിലി അല്ല. അവർ തമ്മിലാണ് ജീവിക്കാൻ പോകുന്നത്. അവർ തമ്മിൽ പൊരുത്തമുണ്ടെങ്കിൽ അവർ ഒന്നിക്കുന്നു. അവർ നോക്കേണ്ടത് അവർ ഒന്നിക്കുന്നില്ല, ഒന്നിച്ച് അവർക്ക് ജീവിക്കാൻ പറ്റണേന്നല്ലേ നമ്മൾ നോക്കേണ്ടത്. അവർ തമ്മിൽ പൊരുത്തമുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി ഒരു ആൾക്കും അവിടെ ഒരു കാര്യമില്ല. കാരണം ഒന്നിച്ച് ജീവിക്കുന്നവർ തമ്മിലാണ് മനസ്സിലാക്കേണ്ടത്, സ്നേഹിക്കേണ്ടത്, പരസ്പരം വിശ്വസിക്കേണ്ടത്, പരസ്പരം ഒന്നിച്ച് നിൽക്കേണ്ടത്. മാതാപിതാക്കൾക്ക് സ്ഥാനമുണ്ട്, ഇല്ലയെന്നൊരിക്കലും പറയുന്നില്ല. മാതാപിതാക്കൾക്ക് നല്ലൊരു സ്ഥാനമാണ് നമ്മുടെ എല്ലാവരും ലൈഫിലുള്ളത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ, ചില സമയത്ത് ചിലപ്പോൾ നമുക്ക് എല്ലാവരെയും ഒന്നും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും ഉള്ളതാണ് അവരുടെ ഫാമിലി ഇഷ്യൂസ്. മറ്റൊരു പ്രശ്നം ഇപ്പം എന്താ പറയുക, നോർമലായിട്ടുള്ള ഒരു വ്യക്തി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. എല്ലായിടത്തും ഫാമിലി എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളാണ്. ഫാമിലി എന്ന് പറയുന്നത് മൊത്തം പ്രശ്നമാണ്. അത് നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാനായിട്ട് പറ്റത്തില്ല. ഒരു പ്രശ്നമില്ലാത്ത ഒരു കുടുംബം പോലും നമ്മുടെ കേരളത്തിൽ കാണാൻ വഴിയില്ല. എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലെങ്കിലും പൊട്ടലും ചീറ്റലും ഒക്കെ ഉള്ള കുടുംബങ്ങളാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അവരുടെ ലൈഫ് അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ. അവനും കുറ്റങ്ങളും കുറവുകളും ഉണ്ട്, അതുപോലെ തന്നെ ആര്യയ്ക്കും ഉണ്ട്. അവരുടെ കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കി അവരൊന്നിച്ചു. ഇനി അവരാണെങ്കിൽ സന്തോഷത്തോടെ ജീവിച്ച് നന്നായിട്ട് അവർ പോട്ടെ. നമുക്ക് അവർക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാം, അതുപോലെ തന്നെ അവരെ നമുക്ക് ആശീർവദിക്കാം, സ്നേഹിക്കാം, കൂടെ നിർത്താം. നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെയൊക്കെ ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായൊരു ജീവിതം, ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു കാര്യമാണ് നമ്മുടെ ലൈഫ്. നമ്മൾ വാങ്ങിക്കുന്ന വാഷിംഗ് മെഷീനും ടി വിക്കും ഒരു ഫോണിന് പോലും ഗ്യാരണ്ടി കാണും ഇത്രയും നാളുണ്ടെന്നുള്ളത്. അത്രയും പോലും ഗ്യാരണ്ടി ഇല്ലാത്ത ആൾക്കാരാണ് നമ്മൾ മനുഷ്യർ. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും പറ്റുന്നത്രയും മറ്റുള്ള ആൾക്കാരെ നമ്മുടെ ചുറ്റുമുള്ളവർ. പക്ഷെ പറയുന്നവർ പറയുന്നുണ്ടല്ലേ, പറ്റുമെങ്കിൽ ജീവിച്ച് കാണിക്കുമ്പോൾ ഞങ്ങൾ വിശ്വസിച്ചോളാം എന്ന് ധൈര്യത്തോടെ ഒരു ചലഞ്ച് ചെയ്യും. പിന്നെ എനിക്ക് ഫീൽ ചെയ്തൊരു കമൻ്റ് എന്ന് വെച്ചാൽ, എനിക്ക് സെയ്ദിനെ പറഞ്ഞതിൽ എനിക്ക് ഫീൽ ചെയ്തൊരു കമൻ്റ് എന്ന് വെച്ചാൽ,
നീ നിൻ്റെ വീട്ടുകാരുടെ ഇഷ്ടമല്ലാതെ വിവാഹം കഴിച്ചതല്ലേ, അവരുടെ പൊരുത്തമില്ലാതല്ലേ നീ വിവാഹം കഴിച്ചത്, നീ അതിനെ അനുഭവിക്കും, നീ സന്തോഷത്തോടെ ഒരിക്കലും നിൻ്റെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകത്തില്ല, നീ ഇതിനെല്ലാം കണക്ക് പറയേണ്ടി വരും, നിനക്ക് എന്തായാലും ശാപം ഉണ്ടാവും, നീ സന്തോഷത്തോടെ ആയിരിക്കത്തില്ല ജീവിക്കാൻ പോണേ. കല്യാണം ഇന്നലെ കഴിഞ്ഞാണ്, ഇന്നലെയാണ് അവരുടെ കല്യാണം കഴിഞ്ഞത്, അത് ഇന്ന് രാവിലെയാണ് ഈ കമൻ്റ് ഇടുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച്, ഇത് ആശംസ നേരുന്നതാണോ അതോ ഒരു നല്ല വാക്കാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ? ഇത് അവരുടെ ജീവിതത്തിലോട്ട് അങ്ങോട്ട് കാലെടുത്ത് വെച്ചില്ല. ഇന്നലെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ, കാലെടുത്ത് വെച്ചിട്ടില്ല. അകത്തുള്ള ആളുകൾ അറിയാവുന്നവരാണ് നമുക്ക് ഈ കമന്റ് കാണുമ്പോഴും നമ്മുടെ ആൾക്കാരൊക്കെ പറയാൻ ഉദ്ദേശം. നമ്മുടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവനെ അറിയാവുന്നവരായിരിക്കും, ചിലപ്പം അവരുമായിട്ട് അടുത്ത് നിന്നവരായിരിക്കും. പക്ഷെ അവരാന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇട്ടതും, നമുക്കത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ടെന്നും. അല്ലേ ഞാൻ പറയാനുള്ളത്, എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങളില്ലാത്ത ഒരു കുടുംബം കാണത്തില്ല. ഇന്നലെ നാളെ ആയാലും അവരൊന്നും സെയ്ദിൻ്റെ വീട്ടിലെ പ്രശ്നവും കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. അത് അവൻ പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ, നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട് നമ്മൾ അങ്ങനെ ചൊറിഞ്ഞു ചോദിക്കാറില്ല, തുറന്ന്, അതായത് നമ്മൾ ജസ്റ്റ് ചോദിച്ച് ക്യാഷ്വലായിട്ട് മാറുന്നെങ്കിലും ചിലപ്പോൾ പറയുമ്പോൾ അവർക്ക് വിഷമമായിരിക്കും. അപ്പോൾ നല്ലൊരു കല്യാണം എന്തോന്നായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്കായിട്ട് അവർ നിന്നില്ല എന്താ, അല്ലെങ്കിൽ ഇത് കൂടിയില്ല എന്താ, അങ്ങനെ നമുക്കിപ്പോൾ ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മളിപ്പോൾ അതിൽ നിന്ന് ഓക്കെ ആയിട്ടായിരിക്കും ഒരാൾ അവിടെ നിൽക്കുക, പ്രസൻസിൽ നിൽക്കുന്ന ഒരു സന്തോഷത്തെ, ആ നടന്ന സന്തോഷത്തെ നമ്മളത് വീണ്ടും ചെല്ലുന്നവർ ചോദിച്ച് അതിനെ വീണ്ടും ആ സന്തോഷം കെടുത്താൻ നോക്കി. അത് മാത്രമല്ല നമുക്ക് പറയാൻ പറ്റില്ല, നമ്മൾ പുറമേ നിന്ന് കാണുന്ന ആയിരിക്കില്ല യഥാർത്ഥത്തിലുള്ള സത്യം. അത് ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം വിചാരിക്കുക ഇതൊക്കെയാണ് സത്യം എന്ന് വിചാരിക്കും. പക്ഷേ പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്ന നമ്മൾ അറിഞ്ഞതല്ല സത്യം, വേറെ പലതും അതിനകത്ത് സത്യം ഉണ്ടെന്നുള്ളത് അറിയുന്നത്. നമുക്കറിയാൻ പറ്റത്തില്ല എന്തൊക്കെ പ്രശ്നങ്ങൾ ആരുടെ ഭാഗത്താണുള്ളത്, ആരാണ് യഥാർത്ഥത്തിൽ ശരി തെറ്റ്, ഇതൊന്നും നമുക്കറിയാൻ പറ്റില്ല. ഇത് കാലം നമ്മളാരായാലും നിങ്ങളായാലും ആരായാലും നമ്മൾ ചിരിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഇരിക്കുന്ന പലരും കാണുമായിരിക്കും, നമ്മളെ മനസ്സിൽ വേറെ ആയിരിക്കും, പറയാൻ പറ്റത്തില്ല. എത്രയോടെ നമുക്ക് തന്നെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇല്ലേ? ഞങ്ങളുടെ കൂടെ ചിരിച്ച് നിന്നിട്ട് ലാസ്റ്റ് അങ്ങോട്ട് മാറി നിന്നിട്ട് ഞങ്ങളെ കുത്തിയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്കൊരിക്കലും ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, അവർ നല്ലവരാണ് അല്ലെ അവർ മോശമാണ്, അങ്ങനെയൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഞങ്ങൾക്കും പറയാൻ അർഹതയില്ല, നല്ലവരാണ് എല്ലാം തികഞ്ഞവരാണ് നമുക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ പറയുന്നത്. നമുക്കൊരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ നല്ലതാണെന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ മനസാക്ഷിക്ക് തോന്നുന്നതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പം ഇവൻ നല്ലവനാണോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റും, പക്ഷെ ഒരിക്കലും ഞാൻ നല്ലവനാണോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് ഇവനാണ് പറയേണ്ടത്, അല്ലെ എൻ്റെ കൂടെ സഹകരിക്കുന്ന വേറെ ആൾക്കാരാണ്. ഇപ്പോൾ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇത്രയും നാൾ ഒരുമിച്ച് മുമ്പോട്ട് പോയെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു തെളിവ്. ഞങ്ങളുടെ രണ്ടുപേരും ക്യാരക്ടർ എന്നിട്ട് പോലും പറയുന്നത് എനിക്ക് ദേഷ്യമുള്ള, എനിക്ക് ഭയങ്കര ദേഷ്യമാണ്, എന്നേക്കാളും വലിയ ദേഷ്യക്കാരനാണ്, വിടത്തില്ല എന്നെ പോലും. ഞാൻ ഈ ലോകത്ത് ഞാൻ ഒരാളുടെ മുമ്പിൽ എൻ്റെ തല കുനിക്കാറില്ല, ഒരാളെ ഞാൻ അനുസരിക്കാറില്ല. ഞാൻ എനിക്ക് ശരിയും തെറ്റും ചെയ്യുന്ന അത് കുഴപ്പമില്ല, എനിക്ക് ശരിയും തെറ്റെന്ന് തോന്നുന്ന കാര്യം മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. പക്ഷെ ഞാൻ പോലും ഇവൻ്റെ മുമ്പിൽ മുട്ടുമടക്കി നിൽപ്പുണ്ട്. അത് നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വിട്ടുകൊടുക്കാൻ, അല്ല നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിക്കണമെന്നല്ല. 100% ഒരു 70% പേര് നല്ലതുണ്ട്, 30%-ഓളം ഇങ്ങനെയുള്ളവരുണ്ട്. അത് എല്ലായിടത്തും ഉണ്ട് കേട്ടോ, ഓരോരുത്തരും എല്ലായിടത്തും ഉണ്ട്. ലൈഫ് ബോയുടെ സോപ്പിലെ ഇങ്ങനെ എത്ര തന്നെ കൈ കഴിയിട്ടും 99.9% അണുക്കൾ ചത്തിട്ട് അതിൽ 1% അണു ഇരിക്കത്തില്ല, അത്രേ ഉള്ളൂ. അതുപോലെയാണ്. അപ്പോൾ കൈ കഴുകി അങ്ങ് അടങ്ങ്. ഇപ്പോഴങ്ങോട്ട് ഇവനെ അങ്ങോട്ട് പൊക്കി പറഞ്ഞത്, അപ്പോഴത്തെ ഇതാകൊണ്ട് നിലത്തിടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. അവർ ജീവിതത്തിലോട്ട് കാലെടുത്ത് വെച്ചു. അവർക്ക് ഫാമിലി ലൈഫ് എന്താണെന്നും അറിയത്തില്ല. ഇനിയാണ് അവർ പലതും പഠിക്കാൻ പോകുന്നത്. ഇത്ര നാൾ എൻജോയ് ചെയ്ത് ഓടിക്കളിച്ച് നടന്ന് അത് നശിപ്പിക്കാതെ വെക്കുക. എന്ത് കിട്ടിയാലും ഇങ്ങനെ എന്ത് കിട്ടിയാലും ഇങ്ങനെ കുരു കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവരവരുടെ ജീവിതത്തിലോട്ട് നിങ്ങളൊരു ചലഞ്ച് കൊടുക്കും, പറ്റുമെങ്കിൽ ജീവിച്ച് കാണിക്കുക, അല്ലെങ്കിൽ അവർ ജീവിച്ച് കാണിക്കാനുള്ളൊരു സമയം കൂടി അവർ മുമ്പോട്ട് എങ്ങനെയാണ് അവർക്ക് എന്നാൽ നീ ഒന്ന് ജീവിച്ച് കാണിക്കട്ടെ, നീ എല്ലാവരും എതിർത്തിട്ടൊക്കെ നീ കെട്ടിയതല്ലയോ എന്ന് ജീവിച്ച് കാണിക്കരുത്. അങ്ങനെയൊക്കെ ഒരു ഇങ്ങനെ ഒരു കമൻ്റ് ഇട്. ഇത് ഫാമിലിയായിട്ട് കാണുന്നവരും പെണ്ണുങ്ങളെന്ന് വെച്ചാൽ നമുക്ക് പറയാം, ഞങ്ങൾക്ക് പോലും വീഡിയോക്കകത്ത് പറയാൻ പറ്റുന്നില്ല. എല്ലാവരും വിവരക്കേട് സംസാരിക്കുന്നു പറഞ്ഞ് ഇമാതിരി വിവരക്കേടൊക്കെ വന്ന് കമൻറ്റ് ബോക്സ് ഇടുമ്പോൾ ആലോചിക്കണം അവൻ്റെയൊക്കെ തൊലിക്കെട്ടി എന്ന് തോന്നുന്നു. ഇവനൊക്കെ ഒരു ധൈര്യമുണ്ട്, എന്തോന്ന് അറിയാം, എവിടെ എന്ത് ഇരുന്ന് പറഞ്ഞാലും ഇവനെയൊക്കെ ഒന്നും മനസ്സിലാവുന്നില്ലെന്ന് ഉള്ള ഒരു ധൈര്യം. അത് വെറുതെയാ. ഞാൻ പറയട്ടെ, നമുക്ക് ഇപ്പം നോർമലി കാണുമ്പം ബോഡി ഷേപ്പ് കണ്ട് ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് കുറ്റം പറയാൻ തോന്നാത്ത പല ആൾക്കാർക്കും ഈ ഇപ്പോൾ സെയ്ദാണെങ്കിലും ആരെയാണെങ്കിലും ഡോറയാണെങ്കിലും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും വിഷമമൊന്നും പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അവരുടെ സ്ഥാനത്ത് നമ്മൾ ചിന്തിച്ചാൽ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളും മനസ്സിലാവുള്ളൂ. ഇവൻ ഇവളെ പോലെ ഒരു പെണ്ണിനെയാണോ കിട്ടിയത്, അവനാണെങ്കിൽ എന്തൊക്കെ എനിക്കറിയാമല്ലോ, എന്തെല്ലാം വൃത്തികെട്ട കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വിഷമങ്ങളും ഉണ്ട്, ബുദ്ധിമുട്ടുകൾ ഉള്ളവരായിരിക്കും. പക്ഷെ
ഇങ്ങനെയുള്ളവർ ഒരുപാട് സങ്കടത്തിലും വിഷമത്തിലും കൂടെ കടന്നു പോകുന്നവരായിരിക്കും. ഇവർക്ക് ഇങ്ങനെ ഒരു ബന്ധം വരുമ്പോൾ ഇവരുടെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടാവുമായിരിക്കും. നമ്മളിങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അവിടുന്ന് അവരെ തട്ടി താഴെ ഇടുന്നതും അവരെ കുത്തുന്നതിന് തുല്യമാണ്. നമുക്ക് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും അവരെ സന്തോഷത്തോടെങ്കിലും വെക്കുക, അവരെ വേദനിപ്പിക്കാതിരിക്കും. നിങ്ങൾ ജീവിക്കത്തില്ല പ്രായ രീതിയിലൊക്കെ നീ നശിച്ചു പോകും, നീ ജീവിതം ഇങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ വന്ന് കമന്റ് പറയുമ്പോഴേ പണ്ട് ഞങ്ങള് ഈ പറയുന്നവരെ കൊണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് അവസാനത്തെ അവരുടെ ഡയലോഗ് ഇതാ. ഞാനും ഡോറയും കല്യാണം കഴിച്ച സമയത്ത് ഇതുപോലെ തന്നെ ആയിരുന്നു. ഇതുപോലെ കുറേ ശവാക്കൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് 4 കൊല്ലമായിട്ട് പ്രശ്നങ്ങളില്ലാത്ത ഫാമിലിയാണ്. ഞങ്ങൾക്കിടയിലും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ 4 വർഷപ്പെട്ടവരാ, അവരും ജീവിക്കണ്ടേ. നമ്മൾ ജീവിക്കുന്നില്ലേ, മൃഗജാലങ്ങൾ ജീവിക്കുന്നില്ലേ. ഈ മൃഗങ്ങൾക്കിടയിലും ഉണ്ടല്ലോ ഒരുപാട് അംഗവൈകല്യമുള്ള മൃഗങ്ങൾ. പക്ഷെ അവരിതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാതെ അവരുടെ രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മനുഷ്യൻ എന്നാൽ അത് ചിന്തിക്കാൻ പറ്റില്ല. മനുഷ്യൻ ബാഹ്യമായിട്ടുള്ള സൗന്ദര്യം, അതാണ് ഇന്നും മനുഷ്യന് വലുത്. അതിനപ്പുറം വേറൊന്നും അവൻ കാണുന്നില്ല. പണവും സൗന്ദര്യവും ഇതാണ് സ്ഥാനം. ഇതാണ് മനുഷ്യൻ ഇന്നും നോക്കുന്നത്, വേറൊന്നും നോക്കുന്നില്ല. അങ്ങനെ നോക്കുന്ന ആൾക്കാരെല്ലാം വിഡ്ഢികളും മന്ദബുദ്ധികളും ഒരു കാശിനും കൊള്ളാത്ത ആൾക്കാരും ഒരു ഗുണവും ഇല്ലാത്ത ആൾക്കാർ. ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ ഒരു വലിയൊരു എന്താ പറയുന്നത്, ചേച്ചി ഇട്ടേക്കുന്നൊരു കമൻറ്റാണ്, ട്രാൻസ്ജെൻഡേഴ്സും പിന്നെന്താണ് ഇതുപോലുള്ള അംഗവൈകല്യമുള്ളവരാണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം വാണോണ്ടിരിക്കുന്നത്. ഇനി ഇവറ്റകളെയും കൂടി സഹിക്കണമല്ല. ഇത് നമ്മുടെ സെയ്ദിൻ്റെ ആര്യയുടെ വിവാഹ വീഡിയോ അത്യാവശ്യം റീച്ച് ആയപ്പം അതിന് വന്നേക്കുന്നത്. അപ്പോൾ അതിന് സപ്പോർട്ട് ഉണ്ട്. ശരിയാ, ഞാനും അത് പറയാൻ വരുമായിരുന്നു. ഇനി ഇവറ്റകളെയും കൂടി സഹിക്കണമല്ലോ, ഇൻസ്റ്റഗ്രാം തുറക്കാൻ വയ്യ. ഇന്ന് ഇൻസ്റ്റഗ്രാം ആണെങ്കിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് ആണെങ്കിലും ഇനി യൂട്യൂബിലാണെങ്കിൽ പോലും ബ്ലോക്ക് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. വേറെ എല്ലാവരും കേട്ടോ, നമ്മളൊന്ന് ഫോളോ ചെയ്യാതെ വന്നിട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ കമന്റ് ഇടാൻ കാത്തിരിക്കും. എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കയറി കാണും, കമന്റ് ഇടും. അങ്ങനെ ഇരിക്കുന്ന ചിലരുണ്ട് കേട്ടോ. അത് അവരെ കൊണ്ട് അത് നമുക്ക് ഉപകാരം കേട്ടോ. നമ്മുടെ വീഡിയോ എല്ലാം കുത്തിയിരുത്ത് കാണുന്നവരാ. അതേപോലെ അവർ മണ്ടന്മാരും മണ്ടികളും അങ്ങനെയുള്ളൂ. എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇതൊന്ന് പറയണം തോന്നി. കാരണം അവർ കുഞ്ഞുങ്ങളാണ്. എൻ്റെ ഒന്നും അത്ര ഏജില്ല. എൻ്റെ അനിയൻ്റെ വീഡിയോ വരുമ്പോൾ എന്താണ്ട് ഇത് ഇങ്ങനെ നീക്കിയാൽ പോകും. തുടക്കം കാണുമ്പോൾ ഇത് അവസാനം വരെ ഇത് പറയുന്നതെല്ലാം കണ്ടിട്ടേ ഈ കമന്റ് ഇടുന്നതിരുന്ന് അടുത്ത വീഡിയോയും കണ്ടിട്ട്. അങ്ങനെ എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് സ്ത്രീ വന്ന് കമന്റ് ഇടുമ്പോഴേ ഒന്നുമില്ല, അവരോട് കൂട്ടൊരു സ്ത്രീ അല്ലേ, ഇച്ചിരി കുറവുകളും കാര്യങ്ങളും ഒക്കെ വരും. അവരുടെ പക്ഷമെങ്കിലും നിൽക്കണ്ടേ, സ്വാഭാവികമായിട്ട് പറഞ്ഞ പുരുഷന്റെ പക്ഷം സ്ത്രീകളുടെ പക്ഷമെങ്കിലും സ്ത്രീ നിൽക്കണ്ടേ. പിന്നെ മേക്കപ്പിൻ്റെ കാര്യം പറഞ്ഞു വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ സമയം കിട്ടിയില്ല. എനിക്ക് പെട്ടെന്ന് കിട്ടിയ രീതിയിൽ ഞാൻ ഒരുക്കി ഇറക്കി, അത്രേ ഉള്ളൂ. എനിക്ക് ഒട്ടും സമയം കിട്ടിയില്ല മേക്കപ്പ് ചെയ്യാനായിട്ട്. കാരണം ഞങ്ങളവിടെ എത്തിയപ്പോഴാണ് 9:30 കഴിഞ്ഞു. പിന്നെ അവിടെ വീട് പണിയും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു. അതുകൊണ്ട് നല്ല രീതിയിലൊന്നും ഒരുക്കാൻ പറ്റില്ല. ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിലൊന്നും ഒരുക്കാൻ പറ്റില്ല. പിന്നെ നല്ല 3-3.5 മണിക്കൂറത്തെ യാത്ര, 33 കിലോമീറ്റർ ഉണ്ടായിരുന്നു. നല്ല ലോങ് ആണ്, 3-3.5 മണിക്കൂറത്തെ യാത്രയുണ്ട്. അപ്പം നമ്മൾ അത്യാവശ്യം നല്ല ടയേർഡൊക്കെ ആയി. ഫേസ് മാറുന്ന വേറൊന്നും കൊണ്ടല്ല, വെട്ടം ഇരുട്ട് വീഴുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് കാണുന്നത്. നിങ്ങളാരും വിചാരിക്കരുത്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് നല്ല രീതിയിൽ കൊച്ചിനെ ഒരുക്കി ഇറക്കാനൊന്നും പറ്റില്ല. ഞാൻ കുറേ എക്സ്പെക്റ്റേഷനിലൊക്കെ പോയായിരുന്നു. ഞാൻ പണ്ടാണെങ്കിൽ ഒരു ബ്രൈഡ് ഷൂട്ട്, ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ആര്യനെ ഒരുക്കുകയാണ്. അടിപൊളിയായിട്ട് ഒരുക്കി. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞാണ്. ആര്യക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് അത്രയ്ക്ക് നല്ലോണം ഒന്നും ഒരുക്കാൻ പറ്റിയില്ല. എന്നാൽ ഫോട്ടോഷൂട്ടിന് വേണ്ടി വീണ്ടും അത് കഴിഞ്ഞിട്ട് ഫോട്ടോഷൂട്ടിന് വേണ്ടി എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരുക്കാൻ പറ്റി. അതിൽ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ആര്യയുടെ ഫേസ് നല്ല ഫോട്ടോ ആയിരുന്നു കിട്ടിയതെല്ലാം. നല്ല രീതിയിൽ എനിക്ക് ഒരുക്കാനും പറ്റി. അപ്പോൾ ഈ കമന്റ് ഇടുന്ന ആൾക്കാരൊക്കെ ഇനി ഇട്ടോ, കുഴപ്പമൊന്നുമില്ല. എനിക്ക് സത്യം പറഞ്ഞ സന്തോഷമാണ്. എൻകറേജ് ആവുന്നുണ്ട്. നമ്മൾ എന്താ പറയാനാ, ഇടുന്നവരിട്, വിവരക്കേട് പറയാ, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം. ഞങ്ങൾക്കൊന്നും തോന്നിയിട്ടല്ല, ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഞങ്ങളുടെ ചാനലിൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് ആളുകളുണ്ട്. അവർ കാണുന്നതാണെന്നുള്ള ഒരു മുൻഗണന വെച്ചോണ്ടാണ് ഞങ്ങൾ ഈ സംസാരിക്കുന്നത്, ഈ കമന്റ് ഇടുന്നവരടുത്ത്. പിന്നെ കമന്റ് ഇട്ടോ, ഒരു വിവരക്കേട് പറയാത്ത രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇടാവല്ലോ. ചുമ്മാ ഈ വിവരക്കേട് പറയാം. ഇപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിലിരുന്നുകൊണ്ട് പെണ്ണുങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ സ്ത്രീകളുടെ അല്ലെങ്കിൽ അമ്മമാരുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ വിവരക്കെട്ട രീതിയിലായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത്. എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ. നമുക്ക് അവരെ ഒന്നും കൊടുത്ത് സഹായിക്കാൻ പറ്റത്തില്ലായിരിക്കും, അവരെ കൂടെ നിൽക്കാൻ പറ്റത്തില്ലായിരിക്കും, അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും. പക്ഷെ ചെയ്യണ്ട, അവരെ വേദനിപ്പിക്കാതിരിക്കുക, അവരെ വഴിക്കിടുക, അവർ ജീവിക്കട്ടെ. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നവരും കാണുന്നവരും ഒക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതെ, പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി. നമ്മൾ ആർക്കും ഒരു ദോഷം വരുന്നതെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അവർ നല്ലൊരു ജീവിതം, മറ്റുള്ളവർക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് നമുക്ക് നല്ലത് വരും. അന്ന് നമ്മൾ ഒരാൾക്ക് വേണ്ടി നല്ലത് പ്രവർത്തിക്കുക, നല്ലത് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് മാത്രമല്ല നമ്മുടെ തലമുറകൾക്ക് നല്ലത് മാത്രമായിരിക്കും വരുന്നത്. അപ്പോൾ അത് മാത്രം ചിന്തിക്കുക, അവരെ വേദനിപ്പിക്കാതിരിക്കുക, അവരെ വിഷമിപ്പിക്കാതിരിക്കുക. നിന്നെ തേടി നാളെ നല്ലത് വരും.
വിഷമിപ്പിക്കാതിരിക്കുക. അപ്പോൾ പലരുടെ അനുഭവത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത്രേ ഫേസ് ഒന്നും കിട്ടുന്നില്ല, പറയുന്ന ഡയലോഗുകളെങ്കിലും കേൾക്കുന്നുണ്ടല്ലോ. നിർത്താം നമുക്ക്. അപ്പോൾ ഓക്കെ, അത്രേ ഉള്ളൂ പറയാനായിട്ട്. സ്നേഹം മാത്രം നിങ്ങളോടും അവരോടും, നിങ്ങളുടെ പ്രാർത്ഥന അവർക്കൊപ്പം ഉണ്ടാവണം. അപ്പോൾ പ്രാർത്ഥിക്കുക. ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവർ ഉപദ്രവിച്ചില്ലെങ്കിൽ അങ്ങനല്ല, ഉപദ്രവിച്ചില്ലെങ്കിൽ അങ്ങനല്ല, ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവിക്കാതെ വേദനിപ്പിക്കാതിരിക്കുക. സ്നേഹിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവര്. അപ്പോൾ ഇതോടുകൂടി കാണുന്നവരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നവർ, വീഡിയോ കാണുന്നവർ, നമ്മളെ ഇഷ്ടമുള്ളവരെല്ലാം എല്ലാവരും പ്രാർത്ഥിക്കുക, സ്നേഹിക്കുക. അപ്പോൾ ഇതോടുകൂടി നമുക്ക് പറയാനുള്ളത്. ഇതോടുകൂടി ഞങ്ങൾ ബൈ. മറ്റൊരു വീഡിയോ ആയിട്ട് ഇറങ്ങുന്ന കൂട്ടുകാരെ ബൈ.